അങ്ങനെ ദേ വിഷുവിന്റെ പിറ്റേന്നാണ് കേട്ടോ എന്റെ വീട്ടിലാണ്. വിൻചേട്ടൻ ജോലിക്ക് പോവാൻ നോക്കുകയാണ്. വിൻചേട്ടൻ വർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പട്ടാമ്പിക്ക് അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് തന്നെ 7:45 ആള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ എനിറ്റത്. അങ്ങനെ അതേ തേജപ്പനെ എണിപ്പിക്കാൻ നോക്കിയപ്പോൾ അവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്കണമൊന്നുമില്ല. തലേന്ന് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഷീറ്റിന്റെ പൊടി പോലും ഇപ്പൊ കാണാനില്ല. അങ്ങനെ ഞാൻ വേഗം ചെന്ന് കുളിച്ചു വിട്ടാൻ നമുക്ക് പോവാൻ നോക്കണം. ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴും കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ. ആരും ആദർശം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അമ്മ തേങ്ങ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി തേങ്ങയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനി ഓണം വരെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് പൊളിച്ച് തരുന്നത് കേട്ടോ അമ്മ. പിന്നെ എന്തോ പഴവും കാര്യങ്ങളൊക്കെ അവിടുന്ന് പറിച്ച് പറിച്ചിട്ടല്ല പൊട്ടിച്ച് കൊടുന്നിരിക്കുന്നുണ്ട്. പിന്നെ അതേ കുറെ കഴിഞ്ഞപ്പോൾ തേജു എനിറ്റു കേട്ടോ. തേജു ആണെങ്കിൽ എനിക്ക് വഴിക്ക് ഇത് അച്ഛൻ പോയി അമ്മ അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിച്ചത്. കാരണം നമ്മൾ പിറ്റേന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്റെ വിചാരം അവനെ കൂട്ടാണ്ട് പോയി എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളതിനെ പാപ്പയും മേമയും കൊണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേഗം കുളിച്ച് പുറപ്പെട്ടോ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനെ കുളിച്ച് പുറപ്പെടിപ്പിച്ചിട്ട് ഞാനിതേ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പൊ അതേ ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, ചായ ഉണ്ട്, പിന്നെ വെള്ളയപ്പം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളയപ്പം കുറുമക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെള്ളയപ്പം കുറുമക്കൂട്ടിയിട്ടാണ് കേട്ടോ രാവിലത്തെ ചായ കുടിച്ചത്. ചായ കുടി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തേജപ്പിരുന്ന് ചിപ്സ് കഴിക്കുന്നുണ്ട് കേട്ടോ വേറെ. അപ്പൊ ഞാൻ അതിന്ന് കുറച്ചൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങി കഴിച്ചു. പിന്നെ തേജുവിന് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള സ്കാനിങ്ങിലാണ് കേട്ടോ. ഇപ്രാവശ്യം കുട്ടി ബാഗൊന്നും എടുക്കാത്തോണ്ട് തന്നെ ഇവിടുന്നൊക്കെ ഒരു കവറൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൽ നിറച്ച് വെക്കാനാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ. പിന്നെ അമ്മ അതേ ഉച്ചത്തേക്കുള്ള ചോറ് തന്നയക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഉച്ചയ്ക്ക് ഇനി ചെന്ന വെക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോറും കൂട്ടാനും ഉപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അമ്മ തന്നായിക്കുണ്ട് കേട്ടോ. പിന്നെ അത് ആരും ആദർശം ഇട്ടിട്ട് വേഗം ചായ കുടിച്ചു. ഇനി ഞങ്ങൾക്ക് പോവാൻ നോക്കണം. അവർക്ക് കോഴിക്കോട് വരെ എത്തും വേണേനും നമ്മളതിനെ കൊണ്ടാക്കും വേണം. അമ്മയാണെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുന്ന് തരുന്നുണ്ട് കേട്ടോ. മുന്തിരി കൊടുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു വീണ്ടും ജ്യൂസ് അടിച്ചിട്ടോ, മാംഗോ ജ്യൂസ് അടിച്ചിട്ട് അത് കൊടുന്നായിരുന്നു. അങ്ങനെ പോണ വരയ്ക്കും ഓരോന്ന് കൊടുന്നേരാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വേഗം പോവാൻ നോക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്. അച്ചാച്ചിന്റെ അച്ഛൻ്റെ അടുത്തേക്കും ചെന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിഷുവിന്റെ അന്ന് വൈകിട്ടത്തേക്കല്ലേ എത്തിയത്. പിന്നെ രാത്രി പോവാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പൊ വേഗം അച്ചാച്ചിന്റെ അച്ഛമ്മയുടെ അടുത്തും ചെന്നിട്ട് തേജപ്പനെ കൊണ്ട് ഇതൊരു കുഞ്ഞു കൈനീട്ടൊക്കെ കൊടുത്തു. അവർക്കും ചോദിക്കാണ്ടായിരുന്ന ഒറ്റ കാര്യമായിട്ട് എന്ത് ഇത്ര പെട്ടെന്ന് പോകണം, ഒരാഴ്ച നിന്നിട്ട് പോയാൽ പോലെ എന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടോ. അപ്പൊ ഞാൻ ഇല്ല, വിൻചേട്ടന് വർക്കൊക്കെ ഇല്ല, ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങുകയാണ് കേട്ടോ. അമ്മയ്ക്കായാലും അത് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഞങ്ങൾ രണ്ടാളും അതെ പെട്ടെന്ന് പോവല്ലേ. വിഷുവിന്റെ അന്ന് ഇതേ വന്നു, രാത്രി ഒരു ദിവസം അവിടെ കിടന്നു, പിന്നെ പിറ്റേന്ന് പോരല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു മ്ലാനത നമ്മുടെ മുഖത്തുണ്ട് കേട്ടോ. കാരണം നമ്മളതിനെ വണ്ടി കയറ്റിയിട്ട് അമ്മ തിരിഞ്ഞു നോക്കാണ്ട് ഒരൊറ്റ പോക്കാട്ടോ പോയത്. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അമ്മ തിരിഞ്ഞു നോക്കണില്ല. അമ്മ വീട്ടിക്ക് ഇത് അങ്ങനെ അങ്ങോട്ട് കയറി പോകട്ടോ ചെയ്ത്. സാധാരണ ഞാനൊക്കെ വിഷുവിനും ഓണത്തിനൊക്കെ വരുമ്പോൾ ഒരാഴ്ചക്ക് നിന്നിട്ടാട്ടോ പൊതുവെ പോവാറ്. ഇപ്പൊ ഈ വീട് വെച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റണില്ല കേട്ടോ വീട്ടിൽ. അങ്ങനെ ഇതേ പോണ വഴിക്ക് ആദർശം ആര് നമ്മളതിനെ ഇതേ വീട്ടിൽ കൊടുന്ന് ആക്കിയിട്ടാട്ടോ അവർ കോഴിക്കോട്ടേക്ക് പോയിക്കണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.